ഹരിയാന ഭൂമിയിടപാട് കേസിൽ റോബർട്ട് വദ്രയെ ഇ.ഡി. ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. രാവിലെ 11 മണിക്ക് ഇ.ഡി. ഓഫീസിൽ ഹാജരാകണം എന്ന് അന്വേഷണ സംഘം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേസിൽ തുടർച്ചയായ 3-ാം ദിനമാണ് ചോദ്യം ചെയ്യൽ. വിനീത വി.ജി തുടരുന്നുണ്ട്. വിനീത, കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധിയും റോബർട്ട് വദ്രയ്ക്കൊപ്പം ഇ.ഡി. ആസ്ഥാനത്ത് എത്തിയിരുന്നുവല്ലോ. ഈ ചോദ്യം ചെയ്യൽ നടക്കുമ്പോൾ ഇന്നും ചോദ്യം ചെയ്യൽ തുടരുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ തുടർച്ചയായ 3-ാം ദിനമാണ് ഇന്ന് റോബർട്ട് വദ്രയെ ചോദ്യം ചെയ്യുന്നത്. ഇന്ന് രാവിലെ 11 മണിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഡൽഹിയിലെ ഓഫീസിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസവും മണിക്കൂറുകളോളമാണ് ചോദ്യം ചെയ്തത്. ആദ്യ ദിവസം 6 മണിക്കൂറും ഇന്നലെ ഏതാണ്ട് 7.5 മണിക്കൂറും റോബർട്ട് വദ്രയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ 2-ാം ദിനമായി ഇന്നലെയാണ് പ്രിയങ്ക ഗാന്ധിക്കൊപ്പം റോബർട്ട് വദ്ര എത്തിയിട്ടുണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ അദ്ദേഹം കാൽനടയായി എത്തുകയും പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഇ.ഡി. ഇത്തരത്തിലേക്കുള്ള രേഖകൾ കെട്ടിച്ചമച്ചതാണെന്നുമാണ് റോബർട്ട് വദ്ര വാദമായി ഉന്നയിക്കുന്നത്. ഇന്ന് വീണ്ടും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായി വിളിച്ചിരിക്കുകയാണ്. ഹരിയാനയിലെ ഷിക്കോപൂരിൽ 3.5 ഏക്കർ ഭൂമി 7 കോടി രൂപയ്ക്ക് വാങ്ങുകയും പിന്നീട് അത് DLF-ന് 58 കോടി രൂപയ്ക്ക് മറച്ചു വിൽക്കുകയും ചെയ്തു എന്നാണ് കേസ്. ഇതിൽ സാമ്പത്തിക ക്രമക്കേടുകളും ഇതിന് പിന്നിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണ പരിധിയിലുള്ളത്. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഏതാണ്ട് 11 തവണ റോബർട്ട് വദ്രയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ നാഷണൽ ഹെറാൾഡ് കേസുമൊക്കെയായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് നടപടിക്കെതിരെ വലിയ പ്രതിഷേധത്തിന് കൂടി കോൺഗ്രസ് ഒരുങ്ങുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഹരിയാനയിലെ ഭൂമി ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് 3-ാം ദിനവും റോബർട്ട് വദ്രയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. വിനീത വി.ജിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.